ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമസ്തേ. ഏറെ ആദരനായ ഈ പഠന ക്ലാസിൻ്റെ കോർഡിനേറ്റർ, ഒരു ജ്യേഷ്ഠ സഹോദരൻ ശ്രീ പ്രസാദിയേട്ടൻ, ഇന്നിവിടെ ഈ പഠന ക്ലാസ്സിൽ എത്തിച്ചേർന്നിരിക്കുന്ന ഏറെ പ്രിയങ്കരനായ ആത്മാ സഹോദരങ്ങളെ, ഇന്നിവിടെ വന്ന് നിൽക്കുക എന്നത് ഒരു നിയോഗമാണ്. ഈ ക്ലാസ്സുകളിൽ ഇരിക്കുക എന്നതും ഒരു നിയോഗമാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു ഇന്ന് മൂന്നാമത്തെ പരിപാടിയാണ്. ഇത് രാവിലെ 6:45 7 മണിയായപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. 8:30 ഒരു പരിപാടി ഉണ്ടായിരുന്നു ചെങ്ങന്നൂർ. അത് കഴിഞ്ഞ് ഇലഞ്ഞിമേലൊരു പരിപാടി ഉണ്ടായിരുന്നു. 11:30 അവിടുന്ന് പോന്നു. തിരിച്ചു വന്ന് നാഗമ്പടം വരെ ഒന്ന് പോയി. ഇടയ്ക്ക് വേറൊരു ചെറിയ പരിപാടി. അത് കഴിഞ്ഞ് ഇവിടേക്ക് വന്നു. ഇനി 3 മണിയാകുമ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോകും. 3:30 ആകുമ്പം കാനത്ത് ചെല്ലണം. അത് കഴിഞ്ഞ് 4:30 കഴിയുമ്പം തിരിച്ച് വീണ്ടും നാഗമ്പടത്ത് വരണം. 6:30 കല്ലുമട പരിപാടിയുണ്ട്. അപ്പോൾ ഒരു ദിവസം ഉണർന്നെഴുന്നേറ്റ് കഴിഞ്ഞ് സന്തോഷം തോന്നുന്നത്, ഓടി നടക്കുന്നത്, ഗുരുവിൻ്റെ പേരിൽ എന്ത് പരിപാടി എവിടെ വെച്ചാലും അതിന് ഞാൻ പോകും. ഇവിടെ ഒത്തിരി വിശേഷണങ്ങളൊക്കെ പ്രസാദിയേട്ടൻ പറഞ്ഞു. എനിക്കതിലൊന്നും ഒരു താല്പര്യവും ഇല്ല. കാരണം എനിക്ക് വാലില്ലാത്തതാണ് ഇഷ്ടം. വാലില്ലെങ്കിൽ നമുക്ക് സ്വതന്ത്രമായി നടക്കാം, അല്ലേ? അപ്പോൾ ഒരു ശ്രീനാരായണധർമ്മ പ്രചാരം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര സന്തോഷമാണത്. കാരണം നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയുന്നു, നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ ഉപരി ഒരു ദീപം, ഒരു പ്രകാശം മറ്റുള്ളവർക്ക് പകർന്നു നൽകിയ അതാണ് ഏറ്റവും വലിയ പുണ്യം. അത് എന്ത് പ്രകാശം എവിടെ നിന്ന് സ്വീകരിച്ച് നൽകണം എന്ന് തോന്നിയാൽ നമുക്ക് പരമകാരുണികനായ അറിവിൻ്റെ അവതാരമൂർത്തിയായ ആ മഹാഗുരുവിൽ നിന്ന് നമുക്ക് ലഭ്യമായ അല്പം പ്രകാശം മറ്റുള്ളവർക്ക് ഒരു ദിവസം ഒരു നേരമെങ്കിലും പകർന്നു നൽകാൻ സാധിച്ചാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ മറ്റൊരു പ്രാർത്ഥനയുടെ ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഇന്ന് രാവിലെ ഒരു ദേവീക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് തിരികൊളുത്താനാണ് പോയത്. പക്ഷെ തിരികൊളുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ ഇച്ചിരി കടന്നുപോയോ എന്ന് എനിക്ക് ഞാൻ പറഞ്ഞു. ഞാൻ ദേവിയെക്കുറിച്ച് നല്ല കീർത്തനങ്ങളൊക്കെ ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, അവിടെ ഗുരുക്ഷേത്രവും ഉണ്ടേ. അപ്പോൾ അവസാനം ഞാൻ പറഞ്ഞു, നട്ടുച്ച നേരത്ത് 12 മണിക്ക് മുകളിലോട്ട് നോക്കുക, അമ്മേ നാരായണ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന മേളിൽ നിന്നും ചൂട് താഴെ നിന്നും ചൂട്. ഇതുകൊണ്ട് മാത്രം കാര്യമില്ല. അപ്പോൾ ധാർമ്മിക ബോധം ഉണ്ടാകാനുള്ള ധർമ്മ പഠനം നടത്താതെ ഇങ്ങനെ കിടന്ന് വിളിച്ചു കൂവിയിട്ട് ഒരു പ്രയോജനമില്ല എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ടാണ് പോകുന്നത്. ഒരു മടിയും വിചാരിക്കാറില്ല. കാരണം ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കി. ഞാനിന്ന് ക്ലാസ്സിലേക്ക് ഒന്നും പോകുന്നില്ല. ചെറിയൊരു ഇൻട്രൊഡക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതിനുള്ള സമയമുള്ളൂ. ഇന്നത്തെ സമൂഹത്തിന്റെ അവസ്ഥ, നമ്മൾ ഇന്ന് ഈ നട്ടുച്ച വെയിലത്തെ ഈ ചൂടും കൊണ്ട് ഇവിടെ വന്നിരിക്കുമ്പോ പഠിതാക്കളാണോ ഇരിക്കുന്നത്? നിങ്ങൾ ആരാ? പഠിതാക്കളാണോ അധ്യാപകരാണോ ആരാ ഇരിക്കുന്നത്? എനിക്കറിയില്ല. എന്തിനാ പഠിക്കുന്നത്? പിള്ളേരോട് ചോദിക്കുന്ന പോലെ എന്തിനാ പഠിക്കുന്നതെന്ന്. എന്തിനാ പഠിക്കുന്നത്? വീട്ടിൽ ഒരു പണിയില്ല. ഞായറാഴ്ച ദിവസം ഇവിടെ വന്നിച്ചിട്ട് ഇരുന്നിട്ട് പാട്ടുമൊക്കെ പാടി ഗുരുവിന്റെ കൃതിയൊക്കെ ചൊല്ലിയ മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചിട്ട് വല്ലതും ആണോ? ഒന്നും കിട്ടത്തില്ല. നിങ്ങൾ പഠിച്ച് നിങ്ങളുടെ തലയെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ തലയ്ക്കൊരു ഭാരമാകുമെന്നല്ലാതെ ഒരു പ്രയോജനം കിട്ടത്തില്ല. ഇതിനായിരുന്നോ ഞങ്ങളെ ഉച്ചയ്ക്ക് ഇതുപോലെ വിളിച്ചു വരുത്തി? ഇതിനായിരുന്നോ എന്ന് ചോദിക്കില്ലേ? അപ്പൊ നമ്മൾ ഇതെല്ലാം ഇവിടെ പഠിച്ചു വെച്ചോണ്ടിരുന്നിട്ട് നമുക്ക് മോക്ഷം കിട്ടുമെന്ന് വിചാരിച്ചാൽ ഒന്നും കിട്ടില്ല. നമ്മൾ ഒരു മിന്നാമിനിങ്ങിന്റെ വെളിച്ചമാണ് കിട്ടിയതെങ്കിൽ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തയ്യാറാവണം. എങ്കിൽ മാത്രമേ നാം ശരീരമല്ല അറിവാകുന്നു. ശരീരം ഉണ്ടാകുന്നതിന് മുൻപിലും അറിവായ നാം ഉണ്ടായിരുന്നു. ഇനി ഇതില്ലാതെ പോയാലും നാം ഇപ്രകാരം പ്രകാശിച്ചു കൊണ്ടേ ഇരിക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥതലങ്ങളിലേക്ക് ആ പ്രകാശത്തെ പരിലസിപ്പിക്കുവാൻ ജീവിതത്തിൽ നിയോഗമുണ്ടായ പുണ്യാത്മാക്കളാ എന്റെ മുന്നിലിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ നമസ്കരിച്ചത്. അല്ലാതെ നിങ്ങളുടെ കണ്ണാടി കണ്ടിട്ടോ നിങ്ങളുടെ സാരി കണ്ടിട്ടോ ഒന്നുമല്ല ഞാൻ നമസ്തേ പറഞ്ഞത്. ശവങ്ങളല്ല ഈ ഇരിക്കുന്നതെന്ന് ബോധ്യമുള്ളത് കൊണ്ടാണ്. തന്നെയുമല്ല, ഗുരുവിന്റെ നിയോഗം പോലെ എത്ര പേർക്ക് ഈ ക്ലാസ്സിൽ വരാൻ പറ്റും? കോട്ടയം യൂണിയനിൽ ആളിന് ഏതാണ്ട് പഞ്ഞമുണ്ടോ? ഒന്നുമില്ല. 103 ചാകുകൾ. ഇവിടെ ആയിരങ്ങളുടെ ക്ലാസ് വേണമെങ്കിൽ നടത്താം, ഇല്ലേ? പറ്റുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ?
പറ്റില്ല. സപ്താഹത്തിലൊക്കെ പോയിട്ട് കണ്ടിട്ടില്ലേ? ഉച്ചയ്ക്ക് 10,000-2000 പേര് കഞ്ഞി കുടിക്കാൻ കാണും, ഇരുന്ന് കേൾക്കാൻ ആര് കാണും? ആരും കാണത്തില്ലെന്ന ബോധ്യം ഉള്ളതുകൊണ്ട് അവർ ശ്രോതാവിനെ പിടിച്ചിരുത്തും. കാരണം 7 ദിവസം കേൾക്കാൻ ആരെങ്കിലും വേണ്ടേ? അപ്പൊ ഒരാൾ അവിടെ ഇരുന്ന് കേൾക്കട്ടെ എന്ന് വിചാരിച്ച എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ ഗുരുധർമ്മം കേൾക്കുവാൻ അവസരം ഉണ്ടാകുന്നത് തന്നെ ഒരു പുണ്യമാണ്. പഠിക്കുവാൻ തോന്നുന്ന ആ ഒരു ജിജ്ഞാസുവാകുന്ന മനസ്സ്, അതൊരു ശിഷ്യന്റെ മനസ്സാണ്. ഒരു ശിഷ്യനാകുവാൻ യോഗ്യത ലഭിക്കുക എന്നത്, ശിഷ്യനാകുവാൻ മനസ്സുണ്ടാകുക എന്നത് മറ്റൊരു നിയോഗമാണ്. ശിഷ്യനാകാതെ ഒരിക്കലും ഗുരുവാകാൻ പറ്റില്ല. പറ്റുമോ? അറിവ് നേടുക ഇല്ലേ, അർത്ഥിക്കാതെ നമുക്ക് ഒരിക്കലും ഗുരുവാകാൻ പറ്റില്ല. അപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഗുരുക്കന്മാരാണെന്ന് നാം പറയും, സംശയമില്ല. ഞാൻ വലിയ ആളും നിങ്ങൾ ചെറിയ ആളും അല്ല, നിങ്ങൾ വലിയ ആളും ഞാൻ ചെറിയ ആളും ഒന്നുമില്ല. എല്ലാവരും ഗുരുക്കന്മാരാണ് അല്ലേ? ഗുരുക്കന്മാരെ കുറിച്ച് ഭാഗവതം കേട്ടിട്ടുണ്ടോ? ഭാഗവതം. ധർമ്മത്തിന്റെ ഇടയ്ക്ക് എന്തിനാ ഭാഗവതം പഠിക്കുന്നത് ഇല്ലേ? പെന്തക്കോസ്തുകാരാകരുത് കേട്ടോ, അത് ഞാൻ പറഞ്ഞേക്കാം. ശ്രീധർമ്മ ധർമ്മം പഠിക്കുമ്പോൾ വേണ്ട, അങ്ങോട്ട് തിരിയണ്ട, ഇങ്ങോട്ട് തിരിയണ്ട, അതെടുക്കരുത്, ഇതേ തുടരുത്, അരുത്. പല മതസാരവും ഏകമെന്ന് പഠിപ്പിച്ച മഹാഗുരുവിന്റെ വചനത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ പറയണം, നിങ്ങൾ ഈ 12 സ്കന്ധം വായിച്ച ശ്രീകൃഷ്ണന്റെ ഇല്ലേ പുരാണവും ബാക്കി 17 പുരാണവും ചതുർവേദങ്ങളും ഉപനിഷത്തുകളും എല്ലാം പഠിക്കുന്നതിന്റെ സത്ത് എവിടെയുണ്ട്? ഇതിലുണ്ട്. അതുകൊണ്ട് ഇത് പഠിച്ചാലും മതി, അതിലേക്ക് വരണം. അല്ലാതെ അത് പഠിക്കുന്നത് തെറ്റാണ് കേട്ടോ എന്ന് പഠിക്കാൻ തന്നെ പറയണമെന്നേ. അത് പഠിക്കുമ്പോഴാണ് ബോധ്യം ഉണ്ടാകുന്നത്. ഇത്രയും വെറുതെ കുത്തിയിരുന്ന് പഠിക്കേണ്ട കാര്യമില്ലായിരുന്നില്ലേ? ക്യാപ്സൂൾ രൂപത്തിൽ ഇവിടെ ഗുരു നമുക്ക് ധർമ്മത്തെ ഉപദേശിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയുള്ളൂ. ഞാനിത് പറയാൻ കാര്യം, ഞാൻ ഗുരുധർമ്മം ഈ അടുത്തിടയ്ക്കല്ലേ പഠിച്ചത്, ഒരു 20 വർഷമായി കാണും. പക്ഷേ അതിനു മുമ്പോ എന്റെ മനസ്സിലുള്ളത് ഭാഗവതവും രാമായണവും ഒക്കെ ഉള്ളൂ. അപ്പോ ഇങ്ങനെയുള്ള ഭാഗവതവും രാമായണവും കഥയും പുരാണവും ഇതിഹാസങ്ങളും എല്ലാം ഇങ്ങനെ കടന്നു വന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് വന്നത് ശ്രീനാരായണ ധർമ്മം പഠിക്കുവാൻ നിയോഗമുണ്ടായത്. ആ നിയോഗം ഉണ്ടായപ്പോഴാണ് മനസ്സിലാകുന്നത്, ദൈവം ഇത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയും കിടന്ന് ഈ എസ്സേ മുഴുവൻ പഠിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന തിരിച്ചറിവ് അന്നേരപ്പോഴാണ് ഉണ്ടായത്. ഈ തിരിച്ചറിവിലേക്കാണ് നമ്മൾ വരേണ്ടത്. അപ്പോൾ പലത് പഠിക്കുമ്പോഴേ അതിന്റെ മഹത്വം അറിയുകയുള്ളൂ. ശ്രീകൃഷ്ണനെ അറിയാൻ മഹാഭാരതം പഠിക്കുന്നത് പോലെ ഗുരുവിനെ അറിയലാണ് നമ്മളുടെ പ്രധാന ഉദ്ദേശം. അറിയുമ്പോഴാണ് നാം അറിയിക്കാൻ മനസ്സ് ഓട്ടോമാറ്റിക്കായിട്ട് വെമ്പൽ കൊള്ളും. അറിയാതെ ഒരിക്കലും പഠിപ്പിക്കാൻ തോന്നില്ല. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അച്ഛന്മാരോടും അമ്മമാരോടും സഹോദരന്മാരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുക, ഇത് എന്തെങ്കിലുമൊക്കെ വന്ന് പഠിച്ചിട്ട് വീട്ടിൽ പോയിരുന്ന നാമം ചൊല്ലാൻ വേണ്ടി അല്ല നമ്മൾ ഇത് പഠിക്കുന്നത്. മറിച്ച് ഈ സമൂഹത്തിന്റെ പരിവർത്തനത്തിന് വേണ്ടി ഗുരു എന്താണോ തന്റെ ജന്മം കൊണ്ട് ഉദ്ദേശിച്ചത്, നരജന്മം എടുത്ത സാഫല്യം എന്തിനു വേണ്ടി ആയിരുന്നുവോ ആ കർമ്മത്തിൽ നിയോഗിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന ആ ഒരു അനുഗ്രഹ വർഷം ഉണ്ടായതിന്റെ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം. വേണ്ടേ? അതൊരു അനുഗ്രഹമാണേ. നിങ്ങൾക്ക് ഒരു കൊച്ചു കുഞ്ഞിനോട് മോടെ ഇഞ്ഞി വന്നേ ദൈവദർശനം ചൊല്ലാൻ അറിയാവോ? അത് ചൊല്ലുമ്പോൾ അതിൽ 2 തെറ്റ് പറഞ്ഞു കൊടുത്താൽ തെറ്റ് തിരുത്തുന്നവരാരാണ്? ഗുരുക്കന്മാരാണ്. നിങ്ങൾ അറിയാതെ ആരായി? ഗുരുവിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായി. ഈ ഒരു തരത്തിലേക്ക് നമ്മൾ കടന്നു വരണം. പാൽപായസം കുടിച്ചിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ട് ഇല്ലെന്ന് പറ. ഉച്ച കഴിഞ്ഞ പായസം കുടിച്ചാൽ ഉറക്കം വരും അല്ലേ? അപ്പൊ ഇച്ചിരി മോരൂടെ കുടിച്ചാൽ മതി അല്ലേ? പരിപ്പ് കൂട്ടി ചോറുണ്ണാറുണ്ടോ? പരിപ്പിന്റെ കൂടെ എന്നതാ പൊടിച്ചു ചേർക്കുന്നേ? പപ്പടം. അതിന്റെ കൂടെ വേറെ വല്ലതും ഒഴിക്കുവോ? നെയ്യ് ഇഷ്ടമുള്ളവരൊന്ന് കൈ പൊക്കിക്കേ. നെയ്യ് ഒഴിക്കുന്ന ഇഷ്ടമുള്ളവർ, ആ നെയ്യ് ഒഴിക്കുന്ന ഇഷ്ടമല്ലാത്തവരൊന്ന് കൈ പൊക്കിക്കേ. എന്തിനാ പരിപ്പിന്റെ കൂടെ നെയ്യ് ഒഴിക്കുന്നത്? ഇഷ്ടത്തിനല്ല നെയ്യ് ഒഴിക്കുന്നത്. ഇഷ്ടമില്ലാത്ത സാധനം ഒന്നും വേണ്ടെന്ന് വെക്കരുത്. എന്തിനാണെന്നറിയോ? ഗ്യാസ് ഉണ്ടാകാതിരിക്കാനാ നെയ്യ് കഴിക്കുന്നത്. അപ്പൊ ഗുരുവിന്റെ കൃതി ഇങ്ങനെ ഈ കൃതി എനിക്ക് ഇഷ്ടമല്ലേ ഇല്ലേ? ശരീരത്തിന് വേണ്ട സാധനങ്ങൾ പലതുണ്ട്. പാവയ്ക്ക എല്ലാവർക്കും അങ്ങ് ഇഷ്ടമാണോ? പക്ഷെ നമ്മൾ കൂട്ടടാ തിന്നടാ എന്നാ ഇരുമ്പ് സത്ത് ഉണ്ടാകട്ടെ എന്നാ പറയുന്നത് അല്ലേ? അപ്പോ വേണ്ടാത്തതായി ഒന്നുമില്ല, വേണ്ടണം എന്ന് പറയണ്ട. എന്താണ്? നെയ്യ് കൂട്ടണം. പരിപ്പ് കഴിക്കുന്നെങ്കിൽ എന്ത് കൂട്ടണം? അതിനകത്ത് ഇച്ചിരി നെയ്യ് ഒഴിക്കണം. എന്തിനു വേണ്ടി? രുചിക്കല്ല. എന്തിനാ? ഗ്യാസ് ഇല്ലാതിരിക്കാൻ. എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ അറിയത്തില്ലെന്നായി പറയുന്നതിന്റെ അർത്ഥം. ഇവിടെ കിട്ടിയോ? ഒരു സദ്യ ഉണ്ടാകും പോലും നമുക്ക് അറിയില്ല, കിട്ടുന്ന എല്ലാവരും. എനിക്ക് അച്ചാറ് മാത്രം മതി, തൊട്ട് നക്കുക. ചിലർ പറയുന്നത് ആദ്യം മോര് കൂട്ടി കഴിക്കാമെന്നാ പറയുന്നത്. പിള്ളേർ ഒരിച്ചിരി മോരിഞ്ഞൊഴിച്ചേക്കാനാ പറയുന്നത്. ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാവോ? മാനമര്യാദയായിട്ട് ഭക്ഷണം കഴിക്കാൻ അറിയാൻ മേലാത്ത നമ്മള് ഗുരുവിന്റെ കൃതികളും ധർമ്മമൊക്കെ പഠിക്കാൻ തുടങ്ങും.
ചെല്ലാൻ സുഖം ഉണ്ടെന്ന് കരുതി ആദ്യം എന്തെടുക്കും? ഏതെങ്കിലും ഇഷ്ടമുള്ള സാധനം, ഇല്ല, ഇലയെന്ന് നക്കി തിന്നുന്ന പോലെ, മധുരമുള്ള കറി നക്കി തിന്നുന്ന പോലെ, ശരിയല്ലേ? ഇഷ്ടമുള്ള സാധനം എടുത്ത് ആദ്യം അങ്ങ് കഴിക്കും. എന്നിട്ട് ദഹനക്കേടാ. പിന്നെ സംഭവം മനസ്സിലായോ? വയറ് വീർക്കാൻ തുടങ്ങും, ദഹനക്കേടാ. പിന്നെ അങ്ങോട്ടും വയ്യ ഇങ്ങോട്ടും വയ്യ. ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ച് എന്നതാ ചോദിച്ചേ? കാര്യം എന്താ? ദഹനക്കേടായിട്ടിരിക്കുക. ചോദിക്കുന്ന ഉത്തരം പറയാൻ അറിയില്ല. അപ്പൊ നമുക്ക് ഈ കയറിപ്പോൻ ചില മാർഗങ്ങളുണ്ടല്ലേ. ഞാൻ ഈ ആഹാരം പറഞ്ഞ അതിന് വേണ്ടിയാണ്. ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുള്ളൂ കേട്ടോ. അപ്പോ ഇത് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടിയാ. അപ്പൊ സാധാരണയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകുന്ന ഭാഷ അതല്ലേ. ആഹാരത്തിൽ ഓരോ കണ്ടന്റും നമ്മൾ ചേർക്കുന്നത് അത് ക്രമമായി കഴിച്ചാലേ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ അത് രുചിയോടുകൂടി കഴിക്കാൻ പറ്റില്ല. ദഹനക്കേട് നമുക്ക് ഉണ്ടാകും എന്നുറപ്പ്. പായസം കഴിച്ചിട്ട് അവസാനം പച്ചമോര്, എനിക്കിഷ്ടമല്ലെന്നേ മോര് കുടിക്കുന്ന ഇഷ്ടത്തിനല്ല, എന്തിനാ? ഈ വരത്തം മാറാൻ വേണ്ടിയാ, ഇല്ലേ? ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങ് പോകും, കണ്ണ് താഴോട്ട് പോകും നമ്മുടെ അറിയാതെ. ഇപ്പം അസുഖമില്ലാത്തവരൊന്ന് കൈപൊക്കാമോ? അസുഖമില്ലാത്തവര് കൈപൊക്കി 2-3 പേര്. അസുഖങ്ങളൊന്നും ഇല്ലാത്തവരൊന്ന് കൈപൊക്കാമോന്ന്? എന്ത് അസുഖമോ ഉദ്ദേശിച്ചേ? സുഖമില്ലാത്ത അവസ്ഥയ്ക്കാണ് എന്ത് പറയുന്നത്? അപ്പൊ പരമാനന്ദം ഉണ്ടോ? അങ്ങനെ ചോദിക്കാതില്ലേ. അപ്പോ നമുക്ക് ഈ പരമാനന്ദം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇല്ലേ? പുരുഷാർത്ഥം എന്നൊക്കെ പറയുന്ന പോലെ പരമാനന്ദം ലഭിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? അപ്പൊ എന്തായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് ക്ലാസിന്റെ കണ്ടന്റിലേക്ക് വരാം. നമ്മൾ ഈ രവിവാര പാഠശാല എന്ന് പറഞ്ഞത് അത് ഞായറാഴ്ച നടത്തുന്നതുകൊണ്ട് അങ്ങ് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. ശരിക്കും ശ്രീനാരായണ ധർമ്മ പഠന കളരിയാണ്, അല്ലേ? ധർമ്മത്തിന്റെ പഠന കളരിയാണ്. കളരി എന്ന് പറയുമ്പോൾ ഓർത്തോണം, നമ്മള് നിലത്തെഴുതി പഠിച്ചവരാണ്, അല്ലേ? നമ്മളിപ്പോ ടച്ച് സ്ക്രീനിലല്ല പഠിച്ചത്, നമ്മൾ വിരല് കൊണ്ട് എഴുതി. ഇപ്പൊ പിള്ളേര് വിരല് കൊണ്ട് എഴുതുന്നത് വേറെങ്ങുമല്ല, എവിടാ? മൊബൈലിന്റെ സുനാപ്പിയല്ല വരയ്ക്കുന്നതേ ഉള്ളില്ലേ. നമ്മളൊക്കെ മണ്ണിനകത്ത് എഴുതിയാ പഠിച്ച. ഒരു ചെറിയ വ്യത്യാസമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മൾ ധർമ്മം പഠിക്കുന്നത് എന്തിനു വേണ്ടി, പഠിപ്പിക്കുന്നത് എന്തിനു വേണ്ടി? ഞാനതാണ് പറഞ്ഞു തുടങ്ങിയത്. സമൂഹത്തിന്റെ ഇന്നത്തെ ദുരവസ്ഥ. ഈ നമ്മള് മലയാളക്കരയെ പണ്ട് ഭ്രാന്താലയം എന്ന് ചിത്രീകരിച്ചിരുന്നു, ഇല്ലേ? കേരളം ഭ്രാന്താലയമാണെന്ന് ആര് പറഞ്ഞു? ഉറക്കപ്പറ, കേരളം ഭ്രാന്താലയമാണെന്ന് ആര് പറഞ്ഞു? കള്ളം പറയരുത്. സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. തെറ്റ് പഠിപ്പിക്കുന്നവരാകരുത് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കിടക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞു, എവിടെങ്കിലുമൊക്കെ തൊട്ട് നോക്കി തിന്നരുതെന്ന് പറഞ്ഞത്. ആരാണ്ട് പറഞ്ഞ കേട്ടോണ്ട് പറയുന്നവരാകരുത് ഗുരുക്കന്മാർ. കൃത്യതയില്ലാത്ത കാര്യം ഗുരുക്കന്മാര് പറയാൻ പാടില്ല. അറ്റവും മൂലം പഠിച്ചാലോ മുറിവൈദ്യൻ ആളെ കൊല്ലും. ഈ വിദ്യാർത്ഥിക്ക് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്, ഗുരുക്കന്മാർക്കും ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ട്. സന്യാസിക്ക് ലക്ഷണം പറയുന്നുണ്ടല്ലോ. അപ്പോ പഠിതാക്കൾക്ക് ചില ലക്ഷണമൊക്കെ ഉണ്ട്. തെറ്റുകളാണെങ്കിൽ എന്ത് വേണം? തൊണ്ട പുഴുത്ത വിഴുങ്ങിക്കോണം കേട്ടോ. വെറുതെ അയൽവക്കക്കാരനോട് കുഴപ്പമുണ്ടാക്കണ്ട. അപ്പോ കേരളം ഭ്രാന്താലയമാണെന്ന് ആര് പറഞ്ഞു? പറഞ്ഞിട്ടില്ലെന്തേ? കാരണം സ്വാമി വിവേകാനന്ദ ഭ്രാന്താലയമാണെന്ന് പറയണമെങ്കിൽ അന്ന് കേരളം ഉണ്ടോ? കേരള സംസ്ഥാനം രൂപീകൃതമായതെന്ന് 1900 എന്തായാലും 51 ശേഷമാണല്ലേ. 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അത് കഴിഞ്ഞല്ലേ 47 സ്വാമി വിവേകാനന്ദനുണ്ടോ? അപ്പൊ ഇത് എന്നാ ഇത് പറഞ്ഞത്? ചിക്കാഗോയിൽ പോയി എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് പ്രസംഗിച്ചത് എന്നാ? 1893. 993 കേട്ടോ. 1893 അമേരിക്കയിൽ നടന്ന ചിക്കാഗോയിലെ പ്രസംഗത്തിൽ സ്വാമി വിവേകാനന്ദൻ എന്ത് പറഞ്ഞത്? എന്റെ സഹോദരി മൈ ഡിയർ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് എന്ന് അഭിസംബോധന ചെയ്തത് കേട്ടോ. 1890. നമ്മൾ പറയുന്നത് കേരളം ഉണ്ടായതെന്നാ 1951 ശേഷം. അപ്പൊ സ്വാമി വിവേകാനന്ദൻ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ശരിയാണോ? അന്ന് കേരളമില്ല. അന്ന് കൊച്ചി, തിരുവിതാംകൂർ, മലബാർ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളിൽ. അപ്പൊ ഇന്നുള്ളവർ പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്നത്തെ കേരളത്തിന്റെ കാര്യം പറയുന്നതേ. അപ്പൊ ഓർത്തോണം, മലയാളക്കരയിൽ, മലയാളക്കര എന്ന് പറയും കേട്ടോ. ഏതാ? കൊച്ചി, തിരുവിതാംകൂർ, മലയാളം എല്ലാം കൂടെ സംസാരിച്ചുകൊണ്ടിരുന്നത് ചേർത്തിട്ടാണ് മലയാളക്കര എന്ന് പറഞ്ഞത്. ആ മലയാളക്കരയാണ് ഭാഷാടിസ്ഥാനത്തിൽ എന്താക്കി മാറ്റിയത്? കേരളമാക്കി മാറ്റിയത്. അപ്പോ സ്വാമി വിവേകാനന്ദൻ കേരളം ഉണ്ടാകുന്നതിന് മുൻപാണ് ഈ വാക്ക് പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞത് എന്തിനാണെന്നറിയാമോ? നമ്മൾ കൃത്യതയില്ലാത്ത കാര്യങ്ങൾ ആരോടും ഗുരുക്കന്മാര് പറയാൻ പാടില്ല.
അതിനെ ആരോടെങ്കിലും നമ്മൾ ചോദിച്ച് ക്ലിയർ ചെയ്തതിന് ശേഷം അല്ലേ, എന്നിട്ട് മാത്രമേ പറയാവുള്ളൂ. ഒരാൾ ചോദിച്ചു, ചുമ്മാ ചില ചോദ്യങ്ങൾ ഞാനിങ്ങനെ ചുമ്മാ ചോദിക്കാം, നമുക്ക് ആ മനസ്സിലേക്ക് ഒന്നിടാൻ വേണ്ടിയാ. ഗുരുദേവനെ മഞ്ഞ ഉടുപ്പിച്ചാൽ എന്താ കുഴപ്പം? ഗുരുദേവൻ മഞ്ഞ ഉടുത്തിട്ടില്ലേ? ഉണ്ടോ? ഇല്ലേ? ഗുരുദേവൻ മഞ്ഞ ഉടുത്തിട്ടില്ലേ? ഗുരുദേവൻ മഞ്ഞ ഉടുത്തിട്ടില്ലേ? ആരേത് പറഞ്ഞേ? ഇല്ല എന്ന് ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കിക്കുക. ഗുരുദേവൻ മഞ്ഞ ഉറപ്പുണ്ടെങ്കിലേ പറയാവൂ. ഗുരുദേവൻ മഞ്ഞ ഉടുത്തിട്ടില്ലെന്ന് ഉറപ്പുള്ളവർ കണ്ടോ? ഇപ്പോഴും സംശയമുള്ളവർ ഇതിനകത്തുണ്ട് കേട്ടോ. കൈപൊക്കാനും നന്നായി. കാരണം എന്താ? ഇതുവരെ മനസ്സിൽ നിന്ന് സംശയം മാറിയിട്ടില്ല. ഗുരുദേവൻ മഞ്ഞ ഉടുത്തിട്ടില്ല കേട്ടോ. ഇനിയിപ്പോ ധൈര്യത്തെ കൈപൊക്കാം കേട്ടോ. അപ്പൊ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ എങ്ങനെ വേണം? ദൃഢമായി മനസ്സിൽ. അപ്പൊ ഇടയ്ക്ക് ഉറക്കം തൂങ്ങിയാൽ എന്ത് പറ്റും? ആ സമയത്തുള്ള സാധനം വിട്ടുപോകും. അന്നേരപ്പോഴായിരിക്കും ചിലപ്പോൾ കൈ വെക്കണോ വേണ്ടയോ എന്ന് തീരുമാനിച്ച സമയത്തായിരിക്കും നമ്മൾ ഉറക്കം തൂങ്ങിപ്പോകുന്നത്. അപ്പൊ അത് പാടില്ല. അപ്പൊ ഞാൻ ഇനി ഇറങ്ങി വരാം. എനിക്ക് താഴെ നിൽക്കുന്നത് ഇഷ്ടം, ഈ മേളിൽ നിൽക്കുന്നത് ഇഷ്ടമല്ല. കാരണം നമസ്തേ പറഞ്ഞാൽ നമ്മൾ ഒന്നാണെന്നല്ലേ അല്ലേ? അപ്പൊ പിന്നെ ഞാൻ അവിടെ, നിങ്ങൾ ഇവിടെ നിന്നാൽ പോലും അങ്ങും ഇങ്ങും വേണ്ട അല്ലേ? അപ്പോ ഇങ്ങനെ വ്യക്തത വരുത്തുന്ന കാര്യങ്ങൾക്ക് പ്രിയമുള്ളവരെ, ഇന്ന് സമൂഹത്തിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. എന്താണ് സമൂഹത്തിന്റെ വിപത്തെന്ന് ചോദിച്ചാൽ ഉറക്കെ പറയാൻ സാധിക്കും, പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ വിപത്ത്. ശരിയല്ലേ? അല്ലേ? പറ. പ്രായമുള്ളവരാണല്ലോ കൂടുതലിരിക്കുന്നത്. എൻ്റെ ഒരു മോൻ അവിടെ ഇരിപ്പുണ്ട്. ശരിയല്ലേ മോനെ? പുതിയ തലമുറയല്ലേ സമൂഹത്തിന്റെ വിപത്ത്? അതേന്ന്. കണ്ടോ? പുതിയ തലമുറക്കാരൻ പറയുക അതേന്ന്. ആരാ കാരണക്കാർ? പഴയ തലമുറക്കാരാ. മനസ്സിലായോ? ആ മുഖത്ത് നോക്കി ചോദിക്കണം. പഴയ തലമുറക്കാരാണ് കാരണക്കാർ. അപ്പൊ അതാരാ? നമ്മളാ അതിന്റെ കാരണക്കാര്. പുതിയ തലമുറ വിപത്തിലേക്ക് പോയെങ്കിൽ അതിന്റെ കാരണക്കാര് നമ്മളാ. കാര്യം എന്താ? നമ്മളൊരു പുസ്തകം എടുത്ത് കടത്തി വെച്ചിട്ട് ഞായറാഴ്ച കഴിഞ്ഞ് പോകുന്നത്. എവിടെ പോവാ? ഞങ്ങൾ ധർമ്മം പഠിക്കാൻ പോവാ. എന്നിട്ട് ധർമ്മം പ്രചരിപ്പിക്കാൻ പോവാ. മക്കളൊക്കെ എന്ത് ചെയ്യും? അവരെയൊക്കെ ഇന്ന് ക്ലാസ്സിന് വിട്ടായിരുന്നോ? നമ്മൾ ഗുരുക്കന്മാർ മാതൃകയാവണം. നമ്മുടെ മക്കളെ രാവിലെ ധർമ്മ പഠന കളരിയിൽ വിട്ടോ? ചില ടീച്ചർമാർ ജോലിക്ക് വരുമ്പം ചോദിക്കും, പിള്ളേരെ പിടിക്കാൻ നിറക്കുക, സ്കൂളിൽ പിള്ളേരില്ല, ടീച്ചറിന്റെ കൊച്ചെവിടാ, അത് ഞങ്ങൾ വേറെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നത് പോലെ നമ്മൾ ഈ ഒരു നിഷ്ഠയോടുകൂടി പഠന ക്ലാസ്സിൽ വരുമ്പോൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുട്ടികളെ രാവിലെ നാമം ജപിപ്പിച്ചോ? നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ചോ? നമ്മുടെ കുട്ടികൾ ധർമ്മനിഷ്ഠ ആചരിക്കുന്നുണ്ടോ? ഇത് നാം സ്വയം ഒന്ന് തിരിഞ്ഞു നോക്കും. ഒരാളെ അങ്ങോട്ട് ചൂണ്ടുമ്പോൾ ഈ 3 പേരിലെങ്ങോട്ടാ? ഇങ്ങോട്ടാണെന്ന് നമ്മൾ ചിന്തിക്കണം വേണ്ടേ? അപ്പോൾ ആദ്യം നമ്മൾ ഓരോരുത്തരും നവീകരിക്കപ്പെടണം. അങ്ങനെ നാം സ്വയം ചെയ്താൽ എത്ര കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ നന്നായി, പുതിയ തലമുറ എത്ര സന്തോഷമായിരിക്കും. കാണിച്ചു കൊടുക്കണം. ഞാൻ എന്റെ മോൻ കൂടെ വന്നിട്ടുണ്ട്. ഞാൻ രാവിലെയും പോയി ധൈര്യത്തെ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് ഇതൊക്കെ പറയുന്നെങ്കിൽ ഞാൻ ഇന്ന് സുഖം അനുഭവിച്ചു കൊണ്ടാണെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവിടെ മാതൃപൂജയെ കുറിച്ച് പറഞ്ഞു, മക്കൾ കാല് തൊട്ടുവന്നതിനെ കുറിച്ച് പറഞ്ഞു, അവർ വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ തരുന്നതിനെ കുറിച്ച് പറഞ്ഞു, അവര് സ്നേഹത്തോടെ സംസാരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇത് വന്ന് പറഞ്ഞിട്ട് തള്ളിയിട്ട് പുട്ടുകുത്തിയിട്ട് പോവല്ല, ദാ എന്റെ മോൻ എന്റെ കൂടെയുണ്ട്, എനിക്ക് ധൈര്യത്തെ പറയാൻ സാധിക്കുമെന്ന്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അല്ലെ, ധർമ്മം പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ ധർമ്മനിഷ്ഠ പാലിക്കാൻ കൂടി ഉത്തരവാദിത്തപ്പെട്ടവരാണ്. ശരിയാണോ? ഗുരുക്കന്മാർക്കും ശിഷ്യന്മാർക്കും ക്വാളിറ്റീസ് ഉണ്ട് അല്ലേ? ശിഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറയും കാകദൃഷ്ടി, ഭഗവത്ധ്യാനം എന്നൊക്കെ പറഞ്ഞ അല്പാഹാരം, ജീർണ വസ്ത്രം, ശാനനിദ്ര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഒക്കെ ഇവിടെ നിൽക്കട്ടെ. പക്ഷേ നമ്മൾ സ്വയം പാലിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പുതിയ തലമുറയെ നമ്മൾ നവീകരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെ നവീകരിക്കണം? വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ പാടെ മാറിയിരിക്കുന്നു. കുഞ്ഞുങ്ങളെ തല്ലാൻ പറ്റില്ല, വഴക്ക് പറയാൻ പറ്റില്ല, കുഞ്ഞുങ്ങളെ ഒരു ശിക്ഷണ നടപടികളും എടുക്കാൻ പറ്റില്ല. ഇപ്പൊ കണ്ടില്ലേ വാട്സാപ്പ് ഫേസ്ബുക്ക് കിടക്കുന്നത്, അധ്യാപകരുടെ കയ്യിൽ വടി കൊടുക്കൂ മക്കൾ നന്നാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നമുക്കൊക്കെ ഇന്നും പണ്ട് അടിച്ച അധ്യാപകർ നമ്മുടെ മനസ്സിൽ പതിഞ്ഞിരിപ്പുണ്ട് അല്ലേ? പണ്ടത്തെ ഗുരുകുല സമ്പ്രദായത്തിൽ അങ്ങനെയായിരുന്നു, കുട്ടികളെ ശിക്ഷിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് ശിക്ഷിക്കുന്ന അധ്യാപകരുടെ ഗതികേടെന്ന് ഓർക്കണം. ഒരു ഗുരുവിന്റെ കഥ നിങ്ങൾക്കറിയാം ഒരു പക്ഷേ അല്ലേ? അറിയാവോ? ഞാൻ പറയുന്ന കഥ ആരാന്ന് പറയണം. കൈവെട്ടിയത്? ആ കൈവെട്ടല്ല, ഇത് പഴയ കൈവെട്ട. ഗുരുകുലത്തിൽ പഠിക്കുന്ന ശിഷ്യരോട് അല്ലേ, ഒരു കുട്ടിയോട് ഗുരു നിരന്തരം കണ്ടമാനം അവനെ ശിക്ഷിക്കുക, അവനെ അടിക്കും, വഴക്ക് പറയും. സുകുമാരന്റെ
കഥ. സുകുമാരന്റെ ആണോ നോക്ക ആരുടെയാണ്. അപ്പോ എന്തായാലും ഗുരു ശിഷ്യനെ ദിവസവും കണ്ടമാനം വഴക്ക് പറയും. പ്രസാദ് ചേട്ടൻ എങ്ങനെയാന്ന് എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ചിലരെ നമ്മൾ തിരിഞ്ഞു പിടിച്ചങ്ങ് വഴക്ക് പറയും. ഈ കുട്ടി നല്ല മിടുക്കനാ. അപ്പോ ഗുരുകുല സമ്പ്രദായത്തിലാണല്ലോ ഭാര്യയും ഭർത്താവും കൂടെ, രണ്ടുപേരും കൂടെ. ചേച്ചി താഴെയാണെന്നേ ഉള്ളൂ ഇപ്പോ. അപ്പൊ എന്തായാലും രണ്ടുപേരൂടാണ് ആ ഗുരുകുലത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇങ്ങനെ ഈ അമ്മ വന്ന് ഇവർക്ക് വെള്ളമൊക്കെ കൊടുക്കും, ഗുരുപത്നി. എന്നിട്ട് ഗുരുകുലത്തിൽ താമസിച്ചാ പഠിക്കുന്നത് കേട്ടോ. അങ്ങനെ ദിവസവും വഴക്ക് പറയും ഈ കുട്ടിയെ. ഒരു ദിവസം വൈകുന്നേരം ആയപ്പോൾ ഈ കുട്ടി തീരുമാനിച്ചു, എടാ ഈ ഗുരുവിനെ കൊണ്ട് ഞാൻ മടുത്തു, എന്തെല്ലാം നല്ല കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്, ഗുരുവിനെ കൊല്ലുക എന്ന് തന്നെ ശിഷ്യൻ തീരുമാനിച്ചു. അങ്ങനെ ഗുരു താമസിക്കുന്ന കുടിലിന്റെ മുകളിൽ ഇവൻ ഒരു വലിയ കല്ലുമായി കയറി പതുങ്ങിയിരുന്നു. ഗുരു രാത്രി കിടന്നു കഴിയുമ്പോൾ കല്ല് ഗുരുവിന്റെ തലയിലിട്ട് കൊല്ലുക എന്ന ഉദ്ദേശത്തോടു കൂടി. പണ്ടും ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ രീതിയിലുള്ള മക്കള് കേട്ടാ. അപ്പോ എന്തായാലും ഈ പയ്യൻ ഇതിന്റെ മുകളിൽ, ശാലയുടെ മുകളിൽ കയറിയിരുന്നു. അങ്ങനെ ഇവനിങ്ങനെ കാതോർത്തിരിക്കുമ്പോൾ ഇതാ ഗുരുവും ഗുരുപത്നിയും കിടക്കാൻ വരുന്നു. അപ്പോ ആ കിടക്കറയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഈ ഗുരുപത്നി ഗുരുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ ഗുരു, എന്തിനാണ് ആ മോനെ ഇങ്ങനെ, ഞാൻ പേര് പറഞ്ഞില്ല കേട്ടോ, ആ മോനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അവൻ മിടുക്കനല്ലേ, ഇത്രയും നല്ലതായി കാര്യങ്ങൾ ചെയ്യുന്ന ഗുരുകുലത്തിൽ മറ്റൊരു കുട്ടിയുമില്ലല്ലോ, അങ്ങ് എന്തിനാണ് വീണ്ടും വീണ്ടും അവനെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? അപ്പോ ഗുരു പത്നിയോട് പറയുക, നിനക്കറിയുമോ ആ ഗുരുകുലത്തിലെ ഏറ്റവും നല്ല കുട്ടി അവനാണ് എന്ന് എനിക്കറിയാം. അവൻ മിടുക്കനാണ്, അവൻ സമർത്ഥനാണ്, ഈ യുഗത്തിന്റെ ധാർമ്മിക ബോധത്തെ പകർന്നു നൽകുവാൻ നിയോഗിക്കപ്പെട്ടവനാണ് അവൻ. പക്ഷേ എൻ്റെ സ്നേഹം കൊണ്ടോ ലാളന കൊണ്ടോ അവൻ ഒരു പിഴവും സംഭവിക്കാൻ പാടില്ല. അവൻ അഗ്നിശുദ്ധി വരുത്തുന്ന രീതിയിലായിരിക്കണം അവൻ ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതിനു വേണ്ടിയാണ്, അവനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായത് കൊണ്ടാണെന്ന് പറഞ്ഞു ഇവർ കിടന്നു. ഇത് കേട്ടോണ്ടിരിക്കുകയാണ് ആര്? മുകളിലിരിക്കുന്ന കുട്ടി. അവൻ അവിടെ ഇരുന്ന് വിതുമ്പി, ഗുരുനാഥൻ എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. അവൻ താഴെ ഇറങ്ങി. പിറ്റേ ദിവസം ഇതുപോലെ ക്ലാസ് നടക്കുന്ന സമയത്ത് പോയിരുന്നു. പ്രസാദ് ചേട്ടാ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ എന്ന് ഓർത്തോണം കേട്ടോ. അപ്പോ പെട്ടെന്ന് ചോദിച്ചു ഈ കുട്ടി, അല്ലയോ ഗുരു, ഏതെങ്കിലും ഒരു ശിഷ്യൻ തന്നെ പഠിപ്പിക്കുന്ന ഗുരുവിനെ കൊല്ലണം എന്ന് മനസ്സിൽ കരുതിയാൽ അവനുള്ള ശിക്ഷ എന്താണ് എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, അവൻ അധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവൻ കഴുത്തോളവും ഉമിയിട്ട് തീ കൊളുത്തി നീറി 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 അവൻ മരിക്കണമെന്ന് പറഞ്ഞു. ഗുരു പിറ്റേ ദിവസം നോക്കുമ്പോൾ ഇതാ ഒരു വലിയ കുഴിയെടുത്ത് ഇവൻ അതിനുള്ളിൽ ഉമി നിറച്ച് തീ കൊളുത്തി അതിൽ നീറി മരിക്കുന്നു. ആ സമയത്ത് എന്തൊക്കെയോ എഴുതിയിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതെന്താണെന്ന് നിങ്ങൾ കണ്ടെത്തിക്കൊള്ളുക. കഥ കേട്ടിരുന്ന ആരുടെ എണ്ണൊക്കെ തപ്പിപ്പിടിക്കണം. ഇതിനെയാണ് എന്ത് പറയുന്നത്? ജിജ്ഞാസുക്കളാക്കുക എന്ന് പറയും കേട്ടോ. ഇപ്പൊ ഇത് ആരാണെന്ന് അറിയണമെന്ന് ഒരു ആഗ്രഹമില്ലേ? ഇത്രയേ ഉള്ളൂ എൻ്റെ ജോലി, ഗുരുക്കന്മാരുടെ ജോലി ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്താക്കുക? ശിഷ്യരെ തപ്പാൻ പഠിപ്പിക്കുക, മനസ്സിലായ? അല്ലാതെ ഇന്നാ മോനെ തിന്നോടാ എന്ന് പറഞ്ഞ് കയ്യിലോട്ട് കൊടുക്കുമ്പോ അതെടുത്ത് വായി തിന്നിട്ട് പോയി കിടന്ന് ഉറങ്ങും. പോരാ, ഇന്നിപ്പം വൈകിട്ട് വാട്സാപ്പ് എടുക്കുമ്പോ ലവ് മീഡാ കിസ്മീഡാ ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്ത് തപ്പിക്കോണം? ആ പറഞ്ഞ കഥ ആരാ, ഉമിത്തിയിൽ നീറിയത് ആരാണ്, നിങ്ങൾ സെർച്ച് ചെയ്യുക കേട്ടോ. അപ്പൊ പിള്ളേർ എന്ത് ചെയ്തോളും? മറ്റേ കഥയൊക്കെ മാറ്റിയിട്ട് സെർച്ച് ചെയ്തോളും. അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും ഇതാരാണെന്ന് കേട്ടോ. ഇപ്പം ഒരു എന്താ ഹോംവർക്ക് ആയില്ലേ, വൈകിട്ട് ഇത് 3 എണ്ണം എഴുതിക്കൊണ്ട് പോരുക കേട്ടോ, ഈ ഹോംവർക്ക് വേണ്ട. ഇതുപോലെ കഥകൾ അങ്ങോട്ട് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ടിഞ്ഞ് പോരുക. അവരടുത്ത പ്രാവശ്യം തന്നെ ഇത് തപ്പിക്കൊണ്ട് വന്നോളും. അപ്പോ ഒരു ഗുരുവിന്റെ ലക്ഷണം എന്താണ്? നമ്മുടെ കുട്ടികളെ നമ്മുടെ മുന്നിൽ ആരാണോ അർഹിക്കുവാനിരിക്കുന്നത് അവരെ ജിജ്ഞാസുവാക്കുക, അവരെ പഠിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുപ്പിക്കുക. അതാണ് ഞാൻ ചോദിച്ച പാൽപായസം നല്ലതല്ലേ? പാൽപായസം, അമ്പലപ്പുഴ പാൽപായസം എന്ന് കേട്ടിട്ടുണ്ടോ? അല്ലേ? ഓ എന്താ അല്ലേ, നല്ല മധുരമുള്ളത്, നല്ല നെയ്യുള്ളത്, നല്ല രുചിയുള്ള പാൽപായസം. എന്ത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്? എന്ത് പാത്രത്തിലാണ് ഉണ്ടാക്കുന്നത്? അതും അറിയത്തില്ലേ?
ഓട്ടുരുളിയിലാണ് കേട്ടോ, ഓട്ടുരുളിയിലാണ്. അപ്പോ അമ്പലപ്പുഴ പാൽ പായസം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പൊ പായസം ഉണ്ടാക്കുന്ന ഉരുളിയുടെ ചുറ്റിനും നിങ്ങൾ പോയി ഇങ്ങനെ നിരന്ന് നിൽക്കുക. ഓ എന്നതായിരിക്കും അതിങ്ങനെ പറഞ്ഞപ്പോ ഇത്രയും രുചിയാണ്, കിട്ടുമ്പോ എന്നതായിരിക്കും രുചി ഇല്ലേ? ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ പോയി കൈ നീട്ടി നിൽക്കുക. ആ പാചകക്കാരൻ എന്ത് ചെയ്തെന്നറിയാവോ? കൈ നീട്ടിയവർക്ക് ആ ചട്ടകത്തിനകത്തോട്ട് പായസം എടുത്ത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്തായിരിക്കും അതിന്റെ രുചി? നല്ല രുചി കിട്ടിയോ? ജീവിതത്തിൽ ഇതാണോ നല്ല പായസം? കൈ പൊള്ളിക്കുന്ന സാധനം. ആദ്യമായി പായസം കിട്ടിയ കുട്ടി എന്ത് പറയും? ഇത് കൈ പൊള്ളുന്ന സാധനമാ. ഒരു കുട്ടി എന്ത് ചെയ്യുന്നറിയാവോ? കൈ കിട്ടിയത് വലിയ എടുത്തൊരൊറ്റ എന്താ സംഭവിക്കുക? നാക്ക് പൊള്ളി. ജീവിതത്തിൽ രുചി അറിയുമോ ഇനിയും? ഇല്ല. അപ്പം വിളമ്പി കൊടുക്കുന്ന ആള് ബോധമുള്ളവരായിരിക്കണം. മേടിച്ചവനും കൊടുത്തവനും കുറ്റക്കാരാ, ശരിയല്ലേ? അപ്പൊ എന്താ വിളമ്പി കൊടുത്ത ആള് തീരുമാനിക്കേണ്ടത്? ഗുരുകൃതിയൊക്കെ നല്ലതാണ്, കൃതികളെല്ലാം നല്ലതാ, ധർമ്മവും നല്ലതാ. പക്ഷേ ഇത് കടിച്ചാ പൊട്ടുന്ന പോലെ പാകപ്പെടുത്തി കൊടുത്തില്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലത് അപ്പുറത്തെ വീട്ടിലെ ഗോവിന്ദൻ ചേട്ടൻ എഴുതിയത് പാടാനാണെങ്കിൽ എളുപ്പമാന്നാ പറയുന്നത്. രാമരാമ ചൊല്ലിയാ മതിയല്ലോ. എന്തിനാ ഈ കൃതി പഠിക്കുന്നത്? മനസ്സിലായോ നമ്മുടെ ആളുകൾ കൃതി പഠിക്കാത്തതിന്റെ കാര്യം? ഗുരുകൃതി എല്ലാം പറഞ്ഞാൽ ചൊല്ലത്തില്ല. കാലിന്റെ വേദന മാറ്റണേ ദൈവമേ, കയ്യിലെ നീര് കുറയ്ക്കണേ ദൈവമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പറഞ്ഞ് എഴുതി നോക്കിക്കേ. പിറ്റേ ദിവസം അതിരുന്ന് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും. കാര്യം എന്താ? കാലേ നീരുള്ളവർക്ക് ഇത് മാറാൻ ഇത് ചൊല്ലിയാ മതി എന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ എന്ത് വേണം? ഗുരുകൃതികളിലേക്ക് കിടക്കണം. ഗുരുകൃതികൾ പഠിക്കണമെങ്കിൽ അത് പഠിപ്പിക്കുമ്പോ എന്താണ്? പാകപ്പെടുത്തി കൊടുക്കണം. മനസ്സിലായോ? അതിനാണ് നമ്മൾ എന്ത് ചെയ്യും? ചൊല്ലാൻ ചിലപ്പോ ഒരു ചെറിയ ടോണ്, ചെറിയൊരു താളം ഇതൊക്കെ ഇടുന്ന എന്തിനു വേണ്ടിയാ? അത് ഒരു മാധുര്യത്തോടുകൂടി പാകപ്പെടുത്തുന്ന ഒരു നല്ല പാകത്തിന് ചൂടായിരിക്കണം. നല്ല പായസം എടുത്ത് പാകത്തിന് ചൂടാക്കിയിട്ട് കഴുകാത്ത ഒരു പാത്രത്തിൽ അത് തന്നെങ്കിൽ വല്ല ഗുണമുണ്ടോ? മേടിക്കുന്ന പാത്രവും നന്നായിരിക്കണം കേട്ടോ. അപ്പോ ചിന്തിക്കേണ്ടത് നല്ല സംഭവങ്ങളൊക്കെ നല്ലത് തന്നെ പാകപ്പെടുത്തി കൊടുക്കണം. രീവാര പാഠശാലകളിൽ ധർമ്മ പഠനക്കളരികളിൽ ഒരു പരാതികളുണ്ട്. എന്താണെന്നറിയാവോ? ശാഖകള് എന്റെ പൊന്നു സാറേ 25 പേരെ തുടങ്ങിയത്, ഇപ്പൊ 3 പേരേ ഉള്ളൂ. കുഞ്ഞുങ്ങൾ വരത്തില്ല. എന്താ വരാത്തത്? ഇത് പൊള്ളുന്ന പോലെ കൊടുക്കുന്നതും. നമ്മൾ ഇവിടുന്ന് 3 വർഷം കൊണ്ട് പഠിച്ച സാധനമാണല്ലേ. അങ്ങോട്ട് ചെന്നിട്ട് മക്കളെ ഇനി അവിടിരി ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി കൊച്ചു മേളോട്ട് നോക്കിയിരിക്കുക. എന്താ? എനിക്ക് നന്നായിട്ട് ചൊല്ലാററിയാവുന്ന ഒരു കൃതി എടുത്തിട്ട് കൊച്ചിന്റെ കയ്യിലോട്ട് കൊടുത്തപ്പോ പിറ്റേ ദിവസം ടീച്ചർ ചോദിക്കത്തില്ലേ, എനിക്കിത് ചൊല്ലാൻ പറ്റത്തില്ല. കുട്ടി പിറ്റേ ദിവസം പോലെ വരത്തില്ല. അപ്പൊ എന്താണ്? പഠനക്കളരിയിൽ നമ്മൾ പാകപ്പെടുത്തി കൊടുക്കണം. ആ കുട്ടികളെ കൊണ്ട് ഒരു വരി നമ്മൾ ചൊല്ലിയാൽ അടുത്ത വരി കുട്ടി ഇങ്ങോട്ട് ചൊല്ലുന്ന തരത്തിലേക്ക് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം. അതിനാണ് എന്ത് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും പാകപ്പെടുത്തിയ ചില കഥകൾ പഠിച്ചു വെച്ചോണം. ചുമ്മാ മതിയെന്ന് കൊച്ചു കൊച്ചു കഥകൾ നിങ്ങൾക്ക് അമ്മമാര് പറഞ്ഞു തന്ന ചുമ്മാ പഴയ ബാലരമയൊക്കെ ഇവിടെ ചിലപ്പം ഈ വേസ്റ്റ് സാധനമൊക്കെ കൊടുക്കുന്ന കടകളില്ലേ, പഴയ അമർ ചിത്ര കഥ ബാലരമയൊക്കെ കിട്ടും. ചുമ്മാ നിങ്ങൾ മേടിച്ചൊന്ന് മറിച്ച് നോക്കിയോ, ഒരു കഥ കിട്ടും. എനിക്ക് അങ്ങനെ കിട്ടിയ ഒരു കഥയാ. എന്ത് ലീഡർഷിപ്പ് ട്രെയിനിങ് ഞാനിത് പറഞ്ഞിട്ടുണ്ടെന്നറിയാവോ? നിങ്ങൾക്കറിയാമെന്ന് തോന്നുന്നു. ഒരു കാട്ടിൽ, നിങ്ങൾ പഠിച്ചു വെച്ചോ, നല്ല കഥയാ. ഒരു കാട്ടിൽ ഒരു കുറുക്കനും ഒരു കാട്ടിൽ ഒരു ആമയും മുയലിന്, അത് നിങ്ങൾ കേട്ട കഥ. അതല്ല, ആമയും ഒരു അണ്ണാനും ഉണ്ടായിരുന്നു. ഇത് ഈ ഇങ്ങനെയൊക്കെ വരുന്ന കഥകൾ ഓർക്കാൻ, ഇത് കഥ കേട്ട് കഴിയുമ്പോൾ ആമയും അണ്ണാന്റെയും കഥ എവിടെങ്കിലും ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണം ഇങ്ങനെ. അപ്പൊ പിന്നെന്താണ്, ഇത് ഓർത്തോളും. ഇങ്ങനെ പറഞ്ഞു വരുമ്പോ എടാ ഇതിന് പറ്റുന്ന കഥയാണല്ലോ അത്. അവസരത്തിനൊത്ത കഥ വിനിയോഗിക്കാവുള്ളൂ കേട്ടോ. ആവശ്യമില്ലാത്തടത്ത് കയറി വേണ്ടാത്ത കഥകളൊന്നും പറഞ്ഞു കളയരുത്. വേണ്ട കഥകളൊക്കെ ഓർത്ത് വെച്ചോണം. അപ്പോ കുട്ടികൾ നമ്മൾ ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നു, ഒരു അനൈക്യം കാണുന്നു. അപ്പൊ ക്ലാസ്സിലേക്ക് കൊച്ചു കുട്ടികളല്ലേ, നമ്മുടെ ക്ലാസ്സിലും പഠിക്കാൻ വരുന്ന കൊച്ചു കുട്ടികളല്ലേ. അപ്പൊ അവിടെ ഇരുന്ന് LKG UKG കുട്ടികൾ അവരെല്ലാം കാണുമല്ലോ. അപ്പൊ അവരിങ്ങനെ പറയുമ്പോ, മക്കളെ ഒരു കഥ പറയട്ടെ. പറഞ്ഞോ കേൾക്കാം. ഒരു കാട്ടില് ഒരാമയും ഒരു അണ്ണാനും ഉണ്ടായിരുന്നേ. എന്തൊക്കെയാ ഉള്ളേ? ഇങ്ങനെ ചോദിക്കണം, അല്ലാതെ നമ്മള് കഥ പറഞ്ഞങ്ങ് പോകരുത്. അപ്പൊ എന്തായി? കുഞ്ഞിന് ആമയുടെ മുയലിനെ കഥ അറിയത്തുള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് പറയും, ആമയും പറ കുഞ്ഞുങ്ങളെ, ആമയും അണ്ണാനും ഉണ്ടായിരുന്നല്ലേ. അപ്പൊ ഇങ്ങനെ പറയിപ്പിക്കണോ? അപ്പം ആമയും അണ്ണാര് ഇവര് രണ്ടുപേരുടെ ഭയങ്കര വഴക്ക്. ആമ പറയുന്നു, നിനക്ക് പാടാനൊന്നും അറിയത്തില്ല, എനിക്കാണ് വലിയ കഴിവ്. പാട്ടല്ല കേട്ടോ, ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ച് പറഞ്ഞതാ പാട്ട്. അപ്പോ ആമ പറഞ്ഞ എന്താണെന്നറിയാവോ? നിനക്കല്ലടാ എനിക്കാടാ കഴിവ് കൂടുതൽ. അണ്ണാൻ പറഞ്ഞു നിനക്കല്ല എനിക്ക്. രണ്ടുപേരുടെ തർക്കമായി. നിങ്ങളൊന്ന് ഓർത്തു നോക്കി.
ആമയും അണ്ണാനും കൂടെ കഴിവിന്റെ പേരിൽ തർക്കിക്കുന്ന അവസ്ഥയൊന്ന് ഓർത്തു നോക്കി. ഈ പഠന ക്ലാസ്സിലെ 2 പേരിരുന്ന് തർക്കിക്കുക. ഒരാള് സംഗീതം പഠിച്ച ആള്, ഒരാള് പോത്ത് കരഞ്ഞത് പോലും കേൾക്കാത്ത ആള്. രണ്ടുപേരും പഠനമൊക്കെ നടത്തി, കൃതികളൊക്കെ പഠിച്ചു. എന്നിട്ട് തർക്കിക്കുക. പ്രസാദിയേട്ടന്റെ മുന്നിലോട്ടാ വന്നത് എന്ന് വിചാരിക്കുക. അവിടെ അവര് ചെന്ന ഒരു കുരങ്ങന്റെ മുന്നിലാ കേട്ടോ. അപ്പോ ഈ ആമയും അണ്ണാനും കൂടി ഇത് പരിഹരിക്കാൻ ചെന്നത് എവിടാന്നറിയാവോ? ഒരു കുരങ്ങനെടുക്കെ ചെന്നിട്ട് ചോദിച്ചു, കുരങ്ങനോട് ചോദിച്ചു, കുരങ്ങ ആമയ്ക്കാണോ അണ്ണാനാണോ കഴിവ് കൂടുതലെന്ന് ചോദിച്ചു. കുരങ്ങൻ വിട്ടു. കുരങ്ങൻ എന്നാ പറയും? ഇത് രണ്ടും കൂടെ എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റും? പക്ഷേ ഇവിടെയാണ് ഗുരുക്കന്മാര് ബുദ്ധി പ്രയോഗിച്ചോണം കേട്ടോ. എവിടുന്നെങ്കിലും ഒരു ബുദ്ധി കയറി വന്നോണോ എന്നരപ്പം. അപ്പോ പെട്ടെന്ന് കുരങ്ങൻ പറഞ്ഞു, ഞാനൊരു ബുദ്ധി പറയാം. ബുദ്ധി പറയാന്നല്ല, ഞാൻ ഒരു ഉപായം പറയാം. തൊട്ടടുത്തുള്ള ഒരു അരുവിക്കക്കരെ ഒരു നല്ല മാവ് നിപ്പുണ്ട്. മാമ്പഴമൊക്കെ പഴുത്ത് കിടക്കുന്ന സമയമാണ്. ആരാണോ ഓടിപ്പോയി മാമ്പഴം പറിച്ചു കൊണ്ടുവരുന്ന ആള്, ആ ആളാണ് കഴിവുള്ള ആളെന്ന് പറഞ്ഞു. രക്ഷപ്പെട്ടില്ലേ? ആര് പറിച്ചോണ്ട് വരും? അണ്ണാനല്ലേ? സ്വാഭാവികമായിട്ട് ആര് പറിച്ചോണ്ട് വരും? അണ്ണാൻ പറിച്ചോണ്ട് വരും. പറഞ്ഞാരല്ലോ, ഒന്ന് കൈപൊക്കിക്കെ കാണട്ടെ. പറിക്കത്തില്ലേ? അണ്ണൻ പറിച്ചോണ്ട് വരത്തില്ലേ? ഇങ്ങനെയാണ് കിഡ്നി വർക്ക് ചെയ്യിക്കണം കേട്ടോ. ഇരിക്കുന്നവരെ കൊണ്ട് എന്ത് ചെയ്യണം? ചിന്തിപ്പിക്കണം. അല്ലാതെ ഇത് വന്ന് കഥ കേട്ടോണ്ടിരുന്നാ പോരാ. എന്തിനു അവസരം കൊടുക്കണം? ചിന്തിക്കാൻ അവസരം കൊടുക്കണം. നിങ്ങളെല്ലാം അണ്ണാനെന്ന് പെട്ടെന്ന് പറഞ്ഞില്ലേ? അത് പറയിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിച്ചു. അത് നമ്മുടെ കഴിവാ. മനസ്സിലായോ? അപ്പോ അണ്ണാൻ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഒരൊറ്റ ഓട്ടം. എവിടം വരെ ചെന്നു? മാവ് നിന്നത് എവിടെയാ? അരുവിക്കക്കരയാണ് അല്ലേ? പോയതിനേക്കാൾ സ്പീഡിൽ തിരിച്ചു വന്നു. നാണം കെട്ടുപോയി. എന്നെ കൊണ്ട് പറിക്കാൻ പറ്റത്തില്ല. എന്നിട്ട് പറഞ്ഞു, സുല്ല, ഞാൻ ഇനി ഒരു പരിപാടിക്കുമില്ല, ഞാൻ പഠന ക്ലാസ്സിലും ഇല്ല, SNDP പ്രവർത്തനത്തില്ല, ഒന്നുമില്ല. ഞാൻ വീട്ടിൽ എന്നെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോകാൻ ഒരുങ്ങിയപ്പം കുരങ്ങൻ പറഞ്ഞു, അവിടെ പോകാൻ വരട്ടെ. ആമ ഞെളിഞ്ഞ് ഓടിപ്പോകുന്ന കണ്ടോ? നമുക്ക് നോക്കാം. അങ്ങനെ ആമ ചിരിച്ചുകൊണ്ട് ഞെളിഞ്ഞ് ഓടി അരുവി നീന്തി അക്കരെ കിടന്നു. ആമ പറിക്കത്തില്ലേ? ആമ പറിക്കുവോ? ആമ പോയി മേളോട്ടും നോക്കി നിൽക്കുക. ശരിയല്ലേ? നീന്തി കയറി മേളോട്ടും പോയി നിൽക്കുക. കുറച്ച് കഴിഞ്ഞപ്പോ നോക്കിയപ്പോ ആമയുണ്ട്. ഇല്ല സുല്ല്, ഞാനും ഈ പരിപാടി നിർത്തി, പഠന ക്ലാസ് നിർത്തി. നമ്മുടെ തുടക്കത്തിൽ ചിലപ്പോൾ 10-200 പേര് കണ്ടു കാണും പഠന ക്ലാസ്സില്ലേ. ചില ആമയണ്ണാനും ഒക്കെ നിർത്തിപ്പോയി കാണും. മനസ്സിലായോ? അപ്പൊ എന്താ ഇത് നമുക്ക് പറ്റുന്ന പരിപാടിയല്ല എന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ കുരങ്ങൻ പറഞ്ഞു, 2 പേരും പോകാൻ വരട്ടെ. എന്തിനാ വെറുതെ തർക്കിക്കുന്നത്? അവന് മരത്തെ കയറാൻ കഴിവുണ്ട്, നിനക്ക് നീന്താൻ കഴിവുണ്ട്. ഈ മരം കയറ്റം കണ്ടുകൊണ്ട് നീ കിടന്നു തുള്ളാതെ, നീന്തല് കണ്ടിട്ട് നീ കിടന്നു തുള്ളാതെ. 2 പേരും അവരവരുടെ കഴിവ് മനസ്സിലാക്ക്. ആ കഴിവ് മനസ്സിലാക്കിയിട്ട് ഒരാളുടെ കഴിവല്ലെന്നേ മറ്റൊരാൾക്ക്. ഒരാൾക്ക് പാടാൻ കഴിയും, ഒരാൾക്ക് പറയാൻ കഴിയും, ഒരാൾക്ക് എഴുതാൻ കഴിയും, ഒരാൾക്ക് വരയ്ക്കാൻ കഴിയും. എല്ലാവർക്കും കഴിവുകളുണ്ട്. പക്ഷേ ഇത് താരതമ്യം ചെയ്ത് കൊളവാക്കി മനോവിഷമം ഉണ്ടാക്കാതെ അതുകൊണ്ട് കൈ കൊടുക്ക്. 2 പേരോട് ഒറ്റക്കെട്ടായിട്ടൊന്ന് ശ്രമിക്കാൻ പറഞ്ഞു. അപ്പോഴാണ് ചിന്തിച്ചത്, ശരിയാണല്ലോ, എടാ നിനക്ക് നീന്താൻ കഴിയുമല്ലോ, എനിക്ക് മരം കയറാനും കഴിയും, വാ നമുക്ക് 2 പേർ കൂടെ പോകാം. അങ്ങനെ 2 പേരും കൂടെ പോയി. അരുവി ആയപ്പോൾ ആമയുടെ പുറത്ത് കയറി അണ്ണാൻ അക്കരെ ഇറങ്ങി മാങ്ങ പറിച്ചു, തിരിച്ചു വന്നു. നേടിയെടുത്തില്ലേ? കൊള്ളാപോകാതെ. ഇതാണ് ഈ സംഘം, ധർമ്മ പഠന സംഘമാണ് ഇല്ലേ? ഒറ്റയ്ക്കല്ല, നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഒരു പ്രാർത്ഥന ചൊല്ലുമ്പോ ഒരാൾ ട്യൂണിൽ പാടും, ഒരാൾ ചിലപ്പോൾ താള പഠിക്കും, ശരിയാണോ? ഒരാൾ അതിന്റെ സജ്ജീകരണങ്ങൾ ഇണങ്ങി കൊടുക്കും. അങ്ങനെ നമ്മുടെ ലക്ഷ്യം എന്താ? നമ്മുടെ ലക്ഷ്യം ഭഗവത് തൃപ്പാദങ്ങളുടെ ധർമ്മത്തെ ഈ സമൂഹത്തെ പ്രചരിപ്പിച്ച് ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കാൻ എനിക്കും പങ്കാളിയാവണം. സാർ എനിക്ക് പറയാൻ അറിയില്ല സാർ, ഞാൻ അവരെ വണ്ടിയെ കയറ്റി കൊണ്ടുവരാമെന്നേ. ഇവിടെ നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളുണ്ട്, വരണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് ഇവിടെ എത്തിച്ചേരാൻ പറ്റുന്നില്ല. എനിക്ക് പങ്കാളിയാകാം, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, പക്ഷെ എനിക്ക് എന്ത് ചെയ്യാം? ആളെ വണ്ടിയെ കയറ്റി ഇവിടെ കൊണ്ടുവരാം. കർമ്മത്തിൽ ഞാനും പങ്കാളിയായില്ലേ? നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. പാൽപായസം വെക്കുമ്പോൾ വിറവ് കൊണ്ടുവന്നവനും ഉണ്ട്, അല്ലാതെ പാചകക്കാരന് മാത്രമല്ല, ആ വിറവ് കൊണ്ടുവന്നവനും അതിനകത്ത് പങ്കാളിയാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് നമ്മൾ ഒരു ക്ലാസ് തുടക്കം കുറിക്കുമ്പോൾ ഇങ്ങനെ പല ചിന്തകളും നമ്മുടെ മനസ്സിലുണ്ട്. അവള് വെളുത്തിട്ടാ, അവള് സുന്ദരിയാ, അവക്ക് നമ്മുടെ നല്ല ശബ്ദമാ, എൻ്റെ വാർപ്പുറത്തുറച്ച പോലെ മുറക്കണമെന്നായിരിക്കുന്നത്. ഇങ്ങനെ പല ചിന്ത. ഒന്നുമില്ല, നമ്മൾക്ക് ആ ഒരു ഒരുമ വേണം, ഒരു ഐക്യം വേണം, വേണ്ടേ? ആ ഒരു മനോഭാവം ഉണ്ടെങ്കിൽ നമുക്ക് ചേർന്ന് പിടിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും?
ഈ സമൂഹത്തെ നന്മയിലേക്ക് നയിക്കുവാൻ ഏതെങ്കിലും ഒരു പങ്ക് നമുക്ക് വഹിക്കാൻ സാധിക്കും. ഈ ഒരു ചിന്തയോടെയാണ് എങ്ങോട്ട് കടന്നു ചെല്ലേണ്ടത്? നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ അടുത്ത് പിടിച്ചിരുത്താൻ. കുഞ്ഞുങ്ങൾ വന്നിരിക്കുമ്പോ ഓരോ കുഞ്ഞുങ്ങളുടെയും മാനസികാവസ്ഥ വ്യത്യസ്തമാണ്. അച്ഛനും അമ്മയും വഴക്കുണ്ടാക്കുന്ന കുട്ടികൾ കാണും, ഡിവോഴ്സായ അല്ലെ അനാഥരായ മക്കൾ കാണും, സമ്പന്നന്മാരുടെ മക്കൾ കാണും, ദരിദ്രന്മാരുടെ മക്കൾ കാണും, വെളുത്ത കുട്ടി കാണും, കറുത്ത കുട്ടി കാണും, മലയാളം നന്നായിട്ട് അറിയാത്ത കുട്ടി കാണും. ഇതെല്ലാം നമ്മുടെ ക്ലാസ്സിൽ വന്ന് പെടുവന്നേ. പക്ഷെ നമുക്ക് എന്ത് വേണം? ശരിയാണോ ഞാൻ പറഞ്ഞത്? ഇതിനെയെല്ലാം നമുക്ക് ചേർത്ത് കൊണ്ടുപോകണം. ആ ഒരു തരത്തിലേക്ക് നമ്മൾ മാധുര്യത്തോടു കൂടി വേണം ഇതിനെ വിളമ്പാൻ. ഒരു വർഷം എത്ര മാസമുണ്ട്? 12 മാസം. ഏതൊക്കെയാ? ഇല്ലേ? മാസം ഇല്ലേ? ഏതൊക്കെയാ പറ? ഒരു 2004 വർഷം ആണല്ലോ ഈ ലോകം ഇങ്ങോട്ട് തുടങ്ങിയിട്ട്. അതിന് മുമ്പൊന്നും ഇല്ലായിരുന്നോ? അന്ന് ചിങ്ങം കന്നി ആയിരുന്നില്ലേ? ഇപ്പൊ ഞങ്ങളൊക്കെ ഇംഗ്ലീഷുകാരായി. ഇപ്പൊ ഞങ്ങളല്ല അല്ലേ? ഇപ്പൊ ഞങ്ങൾക്ക് വെസ്റ്റേൺ മാത്രം ഇങ്ങോട്ട് കയറി വരത്തുള്ളെന്നാ പറയുന്നത്. അപ്പൊ പഠനം എന്ന് പറയുമ്പോഴേ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മുടെ ഈ സമൂഹത്തിന്റെ പരിസ്ഥിതിയൊക്കെ ഒന്ന് മനസ്സിലാക്കണം. നമ്മളെല്ലാവരും മറ്റു പല രീതിയിലാണ് ജീവിച്ചോണ്ടിരിക്കുന്നത് അല്ലേ? അമ്പലത്തിൽ പോയി സാത്താന്റെ സേവ ഇല്ലേ, പിന്നെ രാശിചക്രം, നക്ഷത്രങ്ങൾ, ഇവയെല്ലാം നമ്മളുണ്ട്. അപ്പോ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ പഠനത്തോടൊപ്പം എന്ത് വേണം? ഇതിനെ കുറിച്ചെല്ലാം ഒരു ബോധം ഉണ്ടാകണം അല്ലേ? നമ്മൾ പറയുന്നു ഹിന്ദു മതത്തിന്റെ പ്രഥമ സ്ഥാന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ എന്ത് പറയും? ചെല്ലു പറയും ശ്രീനാരായണ ധർമ്മമാണെന്നാണോ? അല്ല, വേദങ്ങളാണല്ലേ. നമ്മൾ മഹാഗുരുവിന്റെ ധർമ്മത്തെ പഠിക്കുമ്പോൾ ചിലർ ചോദിക്കും, ഇത്രയധികം വേദാന്തങ്ങളും പുരാണ ഇതിഹാസങ്ങളും ധർമ്മശാസ്ത്രങ്ങളും ഇല്ലേ ഒക്കെ ഉള്ളപ്പോൾ എന്തിനാണ് ഇനി ഒരു ധർമ്മം എന്നൊരു ചോദ്യമുണ്ട്. അതിന് മറുപടി കൊടുക്കണേ. ഇത് നമ്മൾ പഠിച്ചു വെക്കണ്ടേ? ഈ ധർമ്മങ്ങളും പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ നിലനിന്നിരുന്ന ഈ നാട് ദുരവസ്ഥയിലൂടെ അജ്ഞാനകാന്തരത്തിൽ ആണ്ടുപോയ ഒരു മഹാജനതയെ കൈപിടിച്ചുയർത്തുവാൻ ആരുമുണ്ടായിരുന്നില്ല. അന്ന് ധർമ്മത്തെ അല്ലേ ഉദ്ധരിക്കുവാൻ മഹാഗുരു അരുൾ ചെയ്ത ഈ ഒരു തരത്തിൽ ബേസ്മെന്റ് നമുക്ക് ഇട്ട് കൊടുക്കണം. വേണ്ടേ? ആ മാസങ്ങൾ ഏതൊക്കെയാ മോളെ? ഉറക്കെ പറഞ്ഞു. ചെയ്യാം. 12 രാശികൾ ഏതൊക്കെയാന്ന് പറയാമോ? പഞ്ചാംഗം എന്ന് കേട്ടിട്ടുണ്ടോ? പഞ്ചഭൂതം എന്ന് കേട്ടിട്ടുണ്ടോ? ഏതൊക്കെയാ ഭൂതം? അമ്മ, അച്ഛൻ, അമ്മമ്മ. പഞ്ചഭൂതങ്ങൾ നമ്മളമ്മയ്ക്ക് അറിയല്ലോ. ഈ ഭൂതം വരുന്ന കേട്ടോ അറിയില്ല. ഭൂതന പഞ്ചഭൂതങ്ങൾ അറിയാവോ? ആകാശം, ഭൂമി. എനിക്ക് ഇങ്ങനെ ചില ദുശീലമുണ്ട്, ചോദ്യം ചോദിക്കുന്നു, അതാ എൻ്റെ ഒരു കുഴപ്പം. ആകാശം, ഭൂമി, ജലം, വായു, അഗ്നി ഇല്ലേ? പഞ്ചധർമ്മം എന്ന് കേട്ടിട്ടുണ്ടോ മോളെ? പഞ്ചധർമ്മം. ക്ലാസ്സിന് വരണ്ടായിരുന്നു എന്ന് ചോദ്യം ഇല്ലേ? ഇരുന്നോ. പഞ്ചധർമ്മം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. പഞ്ചമഹായജ്ഞം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല. ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7 ദിവസം ഇല്ലേ? ഏതൊക്കെയാ? ചൊവ്വയിലാണ് തുടങ്ങുന്നത്. ചൊവ്വ, ബുധൻ, വ്യാഴം, ഞായർ. ഞായർ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? സൂചിപ്പിക്കുന്ന എന്തിനാണെന്നറിയാവോ? ഞായർ സൂര്യനാണ് കേട്ടോ, ആദിത്യനാണ് കേട്ടോ. തിങ്കൾ, ചന്ദ്രൻ, ചൊവ്വ, അത് ചൊവ്വ തന്നെ. ബുധൻ, ബുധൻ തന്നെ. വ്യാഴം തന്നെ, ഗുരുവെന്നും പറയും. വെള്ളി, ശുക്രൻ, ശനി തന്നെയാണ് ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞ 7 യഥാർത്ഥത്തിൽ എന്താ? 7 ഗ്രഹങ്ങളല്ലേ? ആണല്ലോ. അല്ലാതെ ക്രിസ്ത്യാനിയുടെ കലണ്ടറിൽ നിന്ന് ഇങ്ങോട്ട് പൊട്ടി വന്ന സാധനം അല്ലല്ലോ ഇത്. അത് മനസ്സിലാക്കിക്കോണം നമ്മൾ കേട്ടോ. 7 ഗ്രഹങ്ങളാണ് എന്നോർത്തോണം. ഇനി ഓരോ ദിവസം ഗ്രഹങ്ങളുടെ സഞ്ചാരപാതത്തിന് അനുസൃതമായി രാഹു എന്ന് കേട്ടിട്ടുണ്ടോ? അയ്യോ, രാഹുകാലമാ കേട്ടോ.